ഇന്ന് നമ്മളെ +1 ബാച്ചിന്റെ ഇഫ്താർ മീറ്റ് ആണ്. അതായത് നോമ്പ് തുറ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. പിന്നെ നേരെ വിട്ട് ലൈറ്റ് വാങ്ങാൻ ഒക്കെ കഴിഞ്ഞ അക്കൗണ്ട് ബാലൻസ് ഒക്കെ അത് കാണണം. ഇതും കൊണ്ട് ഞങ്ങൾ നാടുവിട്ട് എല്ലാവരും കാട്ടുക. പിന്നെ നമ്മളെ പാർക്കുട്ടി ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് അതിൽ നമ്മളെ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്ത് ഒരു ഉച്ചക്കായപ്പോൾ ഉള്ളിയേറിയുള്ള ടീംസ് ഇങ്ങനെ ഓല എല്ലാവരും പിന്നെ എല്ലാ അടുക്കളക്കാരാണ് ഓല പണി തുടങ്ങി. ഇതാണ് നമ്മളെ ഇത്തു അപ്പോൾ ഇതിനോട് ഓരോന്ന് കട്ടുന്നല്ലോ തുടങ്ങി. അത് കണ്ടപ്പോ ഞാനോ ഇങ്ങനെ ബാക്കി എല്ലാവരും അതിന് വേണ്ടി. പിന്നെ ഇപ്പൊ എന്തിനാ നമ്മള് നോമ്പറക്കണേ? പിന്നെ നമുക്ക് വേറെ ചെറിയ പണി ഇവിടെ വന്നപ്പോ കുട്ടാപ്പിണ്ട് പാവണ്ട് ഡിപ്രഷനായി നിൽക്കണം. അപ്പോൾ ഇന്നത്തേക്കുള്ള പോസ്റ്ററൊക്കെ കിട്ടി. പിന്നെ നമ്മൾ മെല്ലെ കൊറിയർ ഓഫീസിൽ വന്നു. അവിടെ നിന്നോട് ഒരു ഓട്ടോഗ്രാഫ് ഇടാൻ പറഞ്ഞു. ആ സാധനം കൊണ്ട് തിരിച്ച് പെരീക്ക് വന്നു. അവിടുന്ന് ഒരു കത്തി അങ്ങോട്ട് വാങ്ങി. നമ്മളെല്ലാരും കൂടി ഇത് അൺബോക്സ് ചെയ്യണം. എല്ലാരും കൂടി ഇതിനെ കൂട്ട ബലാത്സംഗം ചെയ്യണം. അങ്ങനെ ആ പെട്ടി നമ്മൾ തുറന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ വേറെ പെട്ടി. അങ്ങനെ ആ പെട്ടിയും തുറന്നു. ഇത് സോപ്പും സാബൂനൊന്നല്ല, ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയ ഗ്ലാസ് ആണ്. പ്രീമിയം ഗ്ലാസ് ആണ്, അജാദി ലെവൽ പാക്കിംഗ്. അങ്ങനെ എന്റെ സുന്ദരമായ മുഖത്ത് ഗ്ലാസ് ഞാൻ ഇട്ടത് ഓർമ്മയുള്ളൂ. അപ്പോൾ തിരിഞ്ഞെ പോയി. അങ്ങനെ എന്റെ ഗ്ലാസ് ഒരു പഞ്ചായത്ത് ഗ്ലാസ് ആയി മാറി. ഇന്നത്തെ ദിവസം ഈ ഗ്ലാസിന്റെ ഒപ്പം ഉണ്ടാവും. പിന്നെ ഫാഷൻ ഫാക്ടറി പറഞ്ഞ പേജിന് വേറെ പ്രത്യേകത. ഇതിലാണ് ഈ പ്രീമിയം വാച്ചിന്റെയും ഗ്ലാസിന്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട്. അത് 3-4 ദിവസം കൊണ്ട് ഡെലിവറി ആവും. പെരുന്നാളൊക്കെ വരുന്നോണ്ട് ഞാൻ അതിന്റേതായ ഓഫറും വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കയറി വാങ്ങിക്കോ. പേജ് അടിയിൽ മെൻഷൻ ചെയ്യാം. ഇവിടെ ജനങ്ങൾ പണിയെടുക്കണോ നോക്കാണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ ഈ പുതിയ ഗ്ലാസ് എല്ലാരും കാട്ടിലെ ഇന്ത്യ ലക്ഷ്യം. മാഷാ അല്ലാഹ് എല്ലാരും പണിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നേരെ പെരി പോയി കുളിച്ച് മാറ്റി വന്നു. ഒരു വയറ് പോലും ഇപ്പൊ വെറുതെ വിടുന്നില്ല. അപ്പോഴാണ് അറിയണത് ഇവനേതോ വളവിൽ പോയി ചാമ്പിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചേരം പണിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ടർഫിൽ ഇപ്പൊ ഏകദേശം എല്ലാ സംഭവങ്ങളും സെറ്റ് ആയിക്കണം. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ എത്തി. എന്താണ് ഒന്നുമില്ല. പിന്നെ എല്ലാരും നോമ്പൊക്കെ തുറന്ന് നോമ്പൊന്നും ഇല്ലാത്ത ബോട്ടടക്കം തുറന്ന്. ഇതാണ് നമ്മളെ പൂക്കി മുറി. ക്ലാസ് ക്ലാസ് ഇടൂലെന്ന്. പിന്നെ നമ്മളെ ഫുഡൊക്കെ അൺബോക്സ് ചെയ്ത് മണ്ണ് കിട്ടും. അങ്ങനെ എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കണ്ട. അവിടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ മാറി വന്നിരുന്നു. ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ടർഫിന്റെ ഓണർ മണ്ട കൂത്തും. അപ്പൊ ശരി, എന്നാ ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിലാണ്.